മലയാള സാഹിത്യത്തിലെ ഇമ്മിണി ബല്യ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമാണ് ജൂലൈ 5. ജൂലൈ 5 മുതൽ 11 വരെ ഒരാഴ്ചക്കാലം കക്കഞ്ചേരി ALP സ്കൂൾ ബഷീർ വാരാചരണമായി ആചരിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയും പാത്തുമ്മയുടെ ആടിന് ദൃശ്യാവിഷ്കാരം നൽകുകയുമാണ് ഞങ്ങൾ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീറിനെ പിന്നീട് ലോകമറിയുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമര ഭടനായി ജയിൽവാസം അനുഭവിച്ച ബഷീർ പിന്നീട് മരണം വരെ കോഴിക്കോട്ടുകാരനായി. ബേപ്പൂരിന്റെ അല്ല, മലയാള ഭാഷയുടെ തന്നെ സുൽത്താനായി. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ന്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തിട്ടുണ്ട്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബഷീർ 1994 ജൂലൈ 5 നിര്യാതനായി. ഇനി നമുക്ക് ബഷീറും സഹോദരിമാരും ഉമ്മയും ആടും കോഴിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പാത്തുമ്മയുടെ ആടിന്റെ ദൃശ്യാവിഷ്കാരം കാണാം. കഥകളിലും മുഖ്യ കഥാപാത്രമായി എത്തുന്നത് ഞാൻ തന്നെയാണ്. അതിൽ
ഖദീജ, നമ്മുടെ ആടിനെ വിളി. നമുക്ക് ഈ വീട്ടിൽ അവകാശമില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വാ പോകാം. ഇന്ന് തന്നെ അനീഫ് ഖാനെയും പിള്ളേരെയും കെട്ടുകളെയും ഞാൻ കുടിയിറക്കും. ഈ വീട്ടിൽ എനിക്ക് വല്ല അധികാരം ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഈ വീട്ടിൽ നിന്റെ ഒറ്റ കേട്ട് പോകരുത്. നിന്റെ എല്ല് ഞാൻ തകർത്ത് കളയും. അബു, അനീഫയും കുടുംബവും എവിടെ പോയി താമസിക്കുമടാ? അവരുടെ എസ്റ്റേറ്റിൽ വീടുണ്ടാക്കി താമസിക്കട്ടെ. അതിന് കണ്ടമാനം കാശ് വേണം. അനീഫ് ഖാൻ മഹാ അർഗീസ, കയ്യിൽ ഒരുപാട് പണം ഉണ്ടെന്നേ. ഇനി വലിയക്കാക്ക് എനിക്ക് പണമായിട്ടൊന്നും തരണ്ട. ഖദീജക്ക് 2 കമ്മൽ മതി. കമ്മൽ വെള്ളിയോ പൊന്നോ? പൊന്നു മതി. ഹാദിക്കും സൈത്തുവിനും പാത്തുക്കുട്ടിക്കും കുട കൊടുത്തു. പാവം എൻ്റെ ഖദീജക്ക് മാത്രം വലിയക്കാക്കൊന്നും കൊടുത്തില്ല. പരമ രഹസ്യമായിരിക്കും. പണമായിട്ട് ഇനി എനിക്കൊന്നും വേണ്ട. പാത്രങ്ങൾ മതി. അതും ഇപ്പോൾ വേണ്ട, മാറി താമസിക്കുമ്പോൾ മതി. ഇത് ഇത്താത്തയോട് പറയരുത്. എടാ ബഷീറേ, നിനക്കെന്താ അറിയാം? ഒറ്റാൻ തടി മുറ്റാൻ വയറ്. നീ ഒരു 10 രൂപ എനിക്ക് താ. അബ്ദുൾ ഖാദറും ഹനീഫയും അറിയരുത്, ആനുമ്മയും പാത്തുമ്മയും അറിയരുത്. കുഞ്ഞാനുമ്മയും ഐഷുമ്മയും അറിയുന്നതിന് വല്ല വിരോധമുണ്ടോ? ഞാൻ തന്ന പണമൊക്കെ എവിടെ പോയി? അതെല്ലാം അബ്ദുൾ ഖാദർ വാങ്ങിച്ച്. ചട്ടൻ, അവനിങ്ങ് വരട്ടെ. പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. എന്റെ പക്കൽ ആകെ ഇനി 5 രൂപ നോട്ടേ ഉള്ളൂ. അതിങ്ങട്. എടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ ഒന്ന് പെണ്ണ് കെട്ടിക്കാണണം, എൻ്റെ കാലം കഴിയുന്നതിന് മുൻപ്. എവിടെയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജീവിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. പാത്തുമ്മ, ആനുമ്മ, ഓടിവാ, എന്റെ സാധനങ്ങളൊക്കെ എടുത്തോ. എന്താ ഇക്ക? അമ്മ ഇക്കാനോട് കാശ് വല്ലതും ചോദിച്ചു കാണും. എന്താ ഇത് കാണിക്കുന്നത് എല്ലാവരും? അബിന്റെ പോക്കറ്റിൽ വെള്ളയപ്പം ഉണ്ടായിരുന്നു. അപ്പോ നിക്കറിന്റെ മുൻവശം ആട് തിന്നു. കളിച്ചത് മതി, എല്ലാവരും അകത്തേക്ക് പോ. സാറ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. സാറിന്റെ പുസ്തകമൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സാറൊരു പ്രശസ്ത എഴുത്തുകാരനല്ലേ? എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം. എന്താ കുട്ടിയുടെ പേര്? സുഹാസിനി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 6ല്. ഞാൻ ചുമട്ടുകാരൻ മാധവന്റെ മോളാ. ഇത് എന്റെ പുതിയ പുസ്തകം. ഇത് ഞാൻ നട്ട മരത്തിലെ ചാമ്പയ്ക്കാ. ഞാൻ പോട്ടെ സാറേ. എടാ, പാത്തുമ്മയുടെ ആട് പെറും. അത് പെറാറായോ? നിനക്ക് വിശക്കുന്നോ? അല്ല ഉമ്മ, ഇതേതാ? ഇത് പാത്തുമ്മയുടെ ആടിന്റെ മൂത്ത കുട്ടിയാ. ആനുമ്മക്ക് കൊടുത്തതാ. നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ 5 രൂപ താ. പാത്തുമ്മയുടെ ആട് കഞ്ഞിക്കലം പൊട്ടിച്ചു. വലിയ കാക്ക, അത് ആനുമ്മയുടെ ആടായിരിക്കും. എന്റെ ആടല്ല, ഇത്താത്തന്റെ ആട് തന്നെ. മതി നിന്റെ വർത്താനം. വലിയ കാക്ക ഇരിക്കുന്നത് കണ്ടില്ലേ? എടി, നിനക്ക് എവിടുന്നാടി ആട്? ഞാൻ തന്നതല്ലേ. വലിയ കാക്ക ഇരിക്കുന്നത് നിന്റെ ഭാഗ്യം. പഠിച്ചോനെ നിരക്കാത്തതൊന്നും പറയരുത്. ഞാൻ പൊന്നുപോലെ നോക്കി ആടിനാ നിനക്ക് തന്നത്. ഖദീജാന്റെ കമ്മലിന്റെ കാര്യം മറന്നോ? വലിയ കാക്ക ആരും അറിയണ്ട, ആനും അറിഞ്ഞ വഴക്കിടും. എന്താ വലിയ കക്ക ഒരു സ്വകാര്യം? എടി ഖദീജ, നമ്മുടെ ആടിനെ വിളി. ഇനി ഈ വീട്ടിൽ നമുക്ക് കാല് കുത്തണ്ട. എന്റെ റബ്ബേ, അത് തന്നെ, പൊന്നു തന്നെ. ഇനി എല്ലാവരും അറിഞ്ഞോ? ഖദീജക്ക് ഞാൻ 2 കമ്മലാണ് കൊടുക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നീ പുത്തൻ പുരയിലേക്ക് മാറുമ്പോ വല്യക്കാക്ക നിനക്ക് പാത്രങ്ങൾ വാങ്ങിച്ചരാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ എനിക്കറിയാം. ഇവളെങ്ങനെയാ ഈ രഹസ്യമെല്ലാം അറിഞ്ഞത്? ഈ സ്ത്രീകളുടെ ഉള്ളുകളികൾ മണ്ടൻ ഗണേശന്മാരായിട്ടുള്ള പുരുഷവൃന്ദത്തിന് എന്തറിയാലേ? ഡൊങ്കു ഡൊങ്കു. എന്താ അമ്മ കാര്യം? ഒന്നുമില്ലടാ. വലിയ കക്ക ആരോടും പറയരുത്. ഞങ്ങൾ പാത്തുമ്മാന്റെ ആടിനെ പിടിച്ചു കെട്ടി, എന്നിട്ട് പാൽ കറന്ന് കുടിച്ചു. ഞാൻ ഈ കേൾക്കുന്നത്, നിങ്ങൾ പാത്തുമ്മേന്റെ ആടിനെ കട്ട് കറന്നെന്നോ? ഇന്ന് തന്നെ ഇക്കാര്യം ഞാൻ പാത്തുമ്മയോട് പറയും. പാത്തുമ്മ, നിന്റെ ആടിനെ ഇവർ കട്ട് കറന്ന് പാല് കുടിച്ച് നീ സൂക്ഷിക്കണം. ഞാൻ കേട്ടത് ശരിയാണോടി അനുമ്മ? എന്തിനാടി ഈ ചതി എന്നോട് ചെയ്തത്? അതേടി, ഞങ്ങൾ ഇനി
പാല് ഞാനാ കറന്നത്. എന്നിട്ട് ചായ വെച്ച് കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. എടി ആനുമ്മ, നീ എൻ്റെ കൊച്ചനുജത്തിയല്ലേ? നിനക്ക് ഞാനൊരു ആടിനെ തന്നതല്ലേ? എൻ്റെ പൊന്നുമ്മയല്ലേ? കണ്ണിച്ചൊരയില്ലാത്ത നാത്തോന്മാരെ കൊണ്ട് എന്തിനാ ഇത് ചെയ്യിച്ചത്? മതിയടി മതി, ഞങ്ങളെല്ലാവരും കൂടിയാ പാൽ കറന്നത്. വലിയക്കാക്ക എൻ്റെ വീട്ടിൽ വരണ്ടായിരുന്നു. വലിയ കുറച്ചിലായിപ്പോയി. നീ ചുമ്മാതിരി. അവര് പറയുന്നൊന്നും നീ കണക്കാക്കണ്ട. കഥ വയ്ക്കാനുള്ള കാശ് ഞാൻ തരാം. എന്തായാലും പൊറോട്ടയും കരൾ വറുത്തതും നല്ല രുചിയായിരുന്നു. ആ, എല്ലാവരും കൂടെ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. എന്താണാവോ പുതിയ കണ്ടെത്തലുകൾ? എന്താ വിശേഷം? നാളെ രാവിലെ പട്ടണത്തിൽ പോണം കേസ് കൊടുക്കാൻ. എന്തിനാ പറ? എന്ത് കാര്യം? പത്തിരി ചുട്ട് തേങ്ങാപ്പാലിൽ മുക്കി പിഞ്ഞാണത്തിൽ അടുക്കി വെച്ചപ്പോ ഞങ്ങളെയൊന്നും ഓർത്തില്ല. ഞങ്ങളെയോ ഓർത്തില്ല. അപ്പൊ ഞാൻ സുലൈമാനെ, നീ ഒന്നാം സാക്ഷി. വലിയ കാക്ക, ഞാൻ ആരെയെല്ലാം പേടിക്കണം? എല്ലാരും പേടിച്ചണ്ട. വലിയ കാക്ക, എല്ലാവർക്കും കരൾ പൊരിച്ചതും പൊറാട്ടയും ചായയും തരാം. കുറച്ചു നാൾ ക്ഷമിച്ചാൽ മതി. എത്ര ദിവസം? അത് ഞാൻ പറയാം വലിയക്ക. എടാ അനീഫ്, എന്നാലും നീ അത് ചെയ്തല്ലോ. എനിക്കൊന്നും വേണ്ട, ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കോളാം. നീ കുറെ കാലമായല്ലോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് പറയുന്നു. വല്ലതും നടക്കുവോ? ഞാൻ ഇനി ഇതിനെ എന്തിനു കൊണ്ടുപോകണം? അത് നീ അറിഞ്ഞില്ലേ പാത്തുമ്മ? മനുഷ്യരാണോ വലിയ കാക്ക? എല്ലാവർക്കും പാല് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുടിലിന്റെ അവസ്ഥ അറിയാലോ. ചോർന്നിട്ടൊരു പരുവമായി. ഞങ്ങളെല്ലാവരും അതിലാണ് താമസിക്കുന്നത്. 6 വയറ് കഴിഞ്ഞുകൂടണം. ഈ ദരിദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനൊരു ചിട്ടിക്ക് ചേർന്നത്. ചിട്ടി അടയ്ക്കാനാണ് ഖദീജക്ക് പോലും പാല് കൊടുക്കാതെ വിൽക്കാൻ തീരുമാനിച്ചത്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. നാളെ തൊട്ട് ഖദീജാന്റെ കയ്യിൽ ഒരു കുപ്പി പാല് കൊടുത്തു വിടാം. ഞാൻ പോട്ടെ വലിയ കാക്ക. പാവം പാത്തുമ്മ, എന്തു ചെയ്യാനാ? ഒരു രഹസ്യം മാത്രം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബുദ്ധിയൊക്കെ പെണ്ണുങ്ങളിൽ ആരുടെ തലയിലാണ് ആദ്യം തോന്നുന്നത്?